എല്ലാവർക്കും നമസ്കാരം. jerana'skitchenലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഓട്സ് കൊണ്ട് ഒരു കിച്ചടി ഉണ്ടാക്കാം. ഇത് വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ന്യൂട്രീഷ്യസ് ആണ്, ഹെൽത്തി ആണ്. മാത്രമല്ല ഇത് വളരെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അതുപോലെ ഫൈബറും ഒക്കെ നിറയെ അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം നമുക്ക് ഏതാ കുക്കിംഗ് ഓയിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ നെയ്യിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഒരു മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി എടുക്കാം. അപ്പോൾ ഉള്ളിയും എന്ത് പച്ചക്കറി ഇതിനകത്ത് ഇട്ടാലും അത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇട്ട് കൊടുക്കാം. ഒരല്പം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇത്രയൊക്കെ ഇടുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. എത്ര പച്ചക്കറി കൂടുതൽ വേണോ കുറച്ചിടണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു പകുതി വേവാവുന്നവരെ ഒന്ന് വഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് അല്പം കുറയ്ക്കുക. പിന്നെ ക്യാരറ്റ്, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറി ഇതിനകത്ത് ആഡ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞളും കായവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തൊലിയിൽ എല്ലാം മാറ്റിയ ചെറുപയറാണ്. അത് ഒരു അരമണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഓട്സ് ചേർക്കാം. 1/2 കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരല്പം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പയർ ഒന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിരിക്കുകയായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു 10-15 മിനിറ്റ് എങ്കിലും വേവിക്കാനായിട്ട് വെക്കണം. എന്നാലേ ഈ പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പയറും വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കിക്കോളുക. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ മല്ലിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ഒരു ഹെൽത്തി ഓപ്ഷനാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ അധികം സ്റ്റമക്ക് ഫ്രണ്ട്ലി ആണ്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്കൊരു ഫുൾ ഫീൽ തരുന്ന ഒരു ഫുഡാണ്. നമ്മളെപ്പോഴും ഓട്സ് ഇങ്ങനെ പാലിലൊക്കെ കുറുക്കി കുടിക്കുമല്ലോ, അതിന് പകരം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് jerana'skitchen. ബൈ ബൈ.